Kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനിന്ന് വാക്ക് പാലിച്ചിട്ടുണ്ട്, 15 പദങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അലം എന്ന പദത്തിന്റെ ശരിയല്ലാത്ത അർത്ഥം ഏതാണ്? ഓപ്ഷൻ എ മതിയാവോളം, ബി വേണ്ടിടത്തോളം, സി പൂർണ്ണമായി, ഡി എല്ലാം ശരി. ഏതാണ്? ഇത് നിങ്ങൾക്ക് എളുപ്പമാണ്, അത് നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ കിട്ടും അല്ലേ? അത് തന്നെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അലം എന്ന് പറഞ്ഞാൽ മതിയാവോളം, വേണ്ടിടത്തോളം, പൂർണ്ണമായി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആഗ്രഹം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ ആശ, ബി ലിപ്സ, സി അഭിമതം, ഡി ഉത്ഥാനം. ഏതാണ്? ഒന്ന് ഗസ് ചെയ്യൂ. പുതിയ പദങ്ങളുണ്ടല്ലേ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ഡി ഉത്ഥാനമാണ് തെറ്റായ പദം. ഉത്ഥാനം എന്നാൽ എഴുന്നേൽക്കൽ എന്നുള്ള അർത്ഥമാണ്. അഭിമതത്തിന് ആഗ്രഹം എന്നത് കൂടാതെ സമ്മതം, ഇഷ്ടം എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. ലിപ്സ എന്ന് പറഞ്ഞാലും ആഗ്രഹം എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അസ്ഥിരം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അസ്ഥിരം. ഓപ്ഷൻ എ നിലനിൽക്കാത്തത്, ബി സ്ഥിരമല്ലാത്തത്, സി നശ്വരമായത്, ഡി എല്ലാം ശരി. ഏതാണ്? കിട്ടിയോ? അത് തന്നെ, എളുപ്പമല്ലേ? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഉദ്ഗാരം എന്ന പദത്തിനർത്ഥം എന്താണ്? ഉദ്ഗാരം. ഓപ്ഷൻ എ ഉച്ചരിക്കൽ, ബി തേട്ടൽ, സി ഛർദി, ഡി എല്ലാം ശരി. ഏതാണ്? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. തേട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ? അതായത് നമ്മൾ അധികമായി മധുരം കഴിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് മധുരം കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തികട്ടി വരിക എന്നാണ് ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയിൽ പറയുക. തികട്ടൽ എന്ന് പറയും. തേട്ടൽ എന്നാണ് പറയുക മലയാളത്തിൽ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഛർദ്ദിക്കാൻ വരിക, അങ്ങനെ ഒരു സെൻസേഷൻ വരും. ഛർദിയുടെ അക്ഷരം ശ്രദ്ധിച്ചോളണേ. ഇത് അങ്ങനെയാണ് ഛർദി എഴുതുക കേട്ടോ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അഭൗമം എന്ന പദത്തിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ ദിവ്യമായ, ബി ഭൂമിയുമായി ബന്ധമില്ലാത്തത്, സി സ്വർഗീയമായ, ഡി എല്ലാം ശരി. ഏതാണ്? കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ നീടുറ്റ, ബി ഭംഗിയുള്ള, സി ശക്തിയുള്ള, ഡി ചേണുറ്റ. ഏതാണ്? നല്ല പദങ്ങളാണല്ലേ? ഏതാണ്? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ എ നീടുറ്റയാണ് ഒറ്റയാനായിട്ട് നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നീടുറ്റയുടെ മീനിങ് വന്ന് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. ചേണുറ്റയുടെ അർത്ഥങ്ങളാണ് ശക്തിയുള്ള, ഭംഗിയുള്ള എന്നുള്ള അർത്ഥം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആമഗ്നൻ എന്ന പദത്തിനർത്ഥം എന്താണ്? ആമഗ്നൻ. ഓപ്ഷൻ എ മുങ്ങിയവൻ, ബി മുഴുകിയവൻ, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ്? കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ സി രണ്ടും ശരിയാണ് അല്ലേ? മുങ്ങിയവൻ, മുഴുകിയവനൊക്കെ ഒരേ അർത്ഥം തന്നെയാണ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആർത്തസ്വരം എന്ന പദത്തിന്റെ തെറ്റായ അർത്ഥം ഏതാണ്? തെറ്റായതാണ്. ഓപ്ഷൻ എ കരച്ചിൽ, ബി ആലാപം, സി ദുഃഖത്തിന്റെ ശബ്ദം, ഡി എല്ലാം ശരി. ഏതാണ്? കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ ബി ആലാപമാണ് തെറ്റായ പദം. ആലാപം ഇന്നലെ നമ്മൾ പഠിച്ചേ ഉള്ളൂ. എന്താണെന്ന് ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യാട്ടാ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആകാംക്ഷ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ഈറൻ, ബി ഈറ്റില്ലം, സി ഉത്കണ്ഠ, ഡി ഉത്തുംഗം. ഏതാണ് വരുന്ന പദം? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ സി ഉത്കണ്ഠയാണ് ശരിയായ പദം. ഈറൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നനഞ്ഞ എന്നുള്ള അർത്ഥമാണ്. ഈറ്റില്ലം എന്ന് പറഞ്ഞാൽ പേറ്റുമുറി എന്നാണ് കേട്ടോ അർത്ഥം. ഉത്തുംഗം എന്ന് പറഞ്ഞാലോ വളരെ ഉയർന്നത്, ഉയർന്ന എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പറഞ്ഞറിയിക്കാനാവാത്ത എന്നർത്ഥം വരുന്ന തെറ്റല്ലാത്ത പദം ഏതാണ്? ശരിയായ പദം തന്നെയാണ്. വളഞ്ഞു ചുറ്റി മൂക്ക് പിടിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ചോദിച്ചിട്ടുള്ളത് തന്നെയല്ലേ? തെറ്റല്ലാത്തത് ചോദിക്കുമ്പോൾ നമുക്ക് തെറ്റായത് കയ്യിൽ പോവുള്ളൂ അല്ലേ? ശരി, നമുക്ക് ഓപ്ഷൻസിലേക്ക് കടക്കാം. ഓപ്ഷൻ എ അവാജ്യം, ബി അവാച്യം, സി അവാച്യം, ഡി അവജ്യം. ഏതാണ് തെറ്റല്ലാത്ത പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലെടുക്കാം. ഓപ്ഷൻ ബി അവാച്യമാണ് തെറ്റല്ലാത്ത പദം. അവാച്യം ഇങ്ങനെയാണ് കേട്ടോ എഴുതുക. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ പദം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അസംശയം എന്ന പദത്തിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ തീർച്ചയായും, ബി സംശയമില്ലാത്തത്, സി നിസ്സംശയം, ഡി എല്ലാം ശരി. ഏതാണ്? കിട്ടിയോ?
അത് തന്നെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അസംശയം എന്നും പറയും, നിസംശയം എന്നും പറയും. തെറ്റല്ല കേട്ടോ. സംശയത്തിന്റെ ഓപ്പോസിറ്റ്സ് തന്നെയാണ് ഇത് രണ്ടും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കരി എന്നർത്ഥം വരുന്ന തെറ്റല്ലാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ വിഷം, ബി കലപ്പ, സി ആന, ഡി എല്ലാം ശരി. ഈ ചോദ്യം പ്രോസസ്സ് ചെയ്തെടുക്കാൻ തന്നെ നമുക്ക് കുറച്ച് സമയം എടുക്കും അല്ലേ? ഏതാണ്? ഒന്ന് ഗസ് ചെയ്യൂ. എളുപ്പല്ലേ? അത് തന്നെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. വിഷം, കലപ്പ, ആന എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കരി എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കരി എന്നർത്ഥം വരാത്ത പദം ഏതാണ്? വരാത്തതാണ്. ഓപ്ഷൻ എ കൺമഷി, ബി കറുത്ത, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതായിരിക്കും? എളുപ്പല്ലേ? അത് തന്നെ ഓപ്ഷൻ സി രണ്ടും ശരിയാണ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കൺമഷി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കൺമഷിയാണ്. ഓപ്ഷൻ എ കരി, ബി കരുമിഴി, സി കരുവാറ്റ, ഡി എല്ലാം ശരി. ഏതാണ് ശരി? നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ എ കരി തന്നെയാണ് കേട്ടോ കൺമഷി. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രാപ്പ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക എന്നുള്ളത്. കരുമിഴി എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി എന്നാണ് അർത്ഥം. കരുവാറ്റ എന്ന് പറഞ്ഞാൽ കരിമ്പുള്ളി എന്നാണ് അർത്ഥം. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നന്ദി എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ കൃതജ്ഞത, ബി കൃശകാത്രി, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ്? കിട്ടിയോ? ഓപ്ഷൻ സി ഒന്നും അല്ല കേട്ടോ. ഓപ്ഷൻ എ കൃതജ്ഞതയാണ് ശരിയായ പദം. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ് അർത്ഥം. കൃശകാത്രി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ശരീരമുള്ളവൾ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 15 പദങ്ങൾ. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടത്, നമ്മുടെ ടെലഗ്രാം ചാനലിനെ കുറിച്ച്, അതേപോലെ പഠിക്കേണ്ടത് എങ്ങനെയാണ്, റിവിഷൻ എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോന്റെ എൻഡിന്റെ ഭാഗത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് അതിന്റെ ബാലൻസ് പോർഷൻ ആയിട്ട് അത് വരും. അപ്പോൾ പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ടിട്ട് പോവാ. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം എന്തൊക്കെയാണെന്നുള്ളത്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഞാൻ വീഡിയോയുടെ ഇടയിലോ അവസാനിക്കുമ്പോഴോ ഒന്നും പറയാത്തതുകൊണ്ടാണ്. അപ്പോൾ പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻഡ് ഓഫ് ദ പോർഷൻ വരെ വീഡിയോ കണ്ടിട്ട് നിർത്തുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. ഈ വീഡിയോ ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തരംതിരിച്ച് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു പഠിക്കുക. ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നിർബന്ധമായിട്ടും റിവിഷനും ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാ ക്ലാസ്സുകളുടെയും ചോദ്യങ്ങൾ മാത്രമായിട്ടുള്ള PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.